വെളിപ്പാട് പുസ്തകമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മാത്രമല്ല, അനേക ആളുകൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. എന്നെ അഭിപ്രായങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് മഴയൊക്കെ ആയി ആൾ കുറഞ്ഞാലും അനേകർ പിന്നീട് കേൾപ്പാനായിട്ടിടയായിത്തീരും. നാം വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലേക്ക് വന്ന് മഹാപീഡനത്തെ കാലത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മഹാപീഡനവും കർത്താവിൻ്റെ വരവും ഒക്കെയാണ് അടുത്ത ദിവസങ്ങളിൽ അത് ചിന്തിക്കുന്നത്. വെളിപ്പാടിൻ്റെ 19 അധ്യായത്തിലേക്ക് നാം കടന്നു വന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4 അധ്യായം 1 മുതലും 19 അധ്യായം 5 വരെയുള്ള ഭാഗങ്ങളാണ്. സ്തോത്രം, സഭായുഗത്തിന് ശേഷമുള്ള ആ കാലം. നമ്മൾ കഴിഞ്ഞ രാത്രി അത് ചിന്തിച്ചായിരുന്നു. സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 7 വർഷക്കാലം ഇവിടെ മഹോപദ്രവം ഉണ്ടാകും. നാം വെളിപ്പാടിൽ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നു. തൻ്റെ അഭിഷിക്തന്മാർ വരുന്ന കാര്യവും അവർ പ്രവചിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. മഹോപദ്രവ കാലമെന്ന് പറയുമ്പോൾ ദൈവമക്കൾക്കുണ്ടാകുന്ന കഷ്ടകാലമല്ല. ദൈവമക്കൾ, ദൈവസഭ അതിനു മുമ്പ് എന്തു ചെയ്യും? എടുക്കപ്പെടും. ദൈവമക്കൾക്കും ഇവിടെ കഷ്ടതയുണ്ട്. എന്നാൽ ആ കഷ്ടതയും മഹോപദ്രവ കാലവും കൂടെ രണ്ടാണ്. അത് യാക്കോബിൻ്റെ കഷ്ടകാലമെന്നാണ് പറയുന്നത്. നാം കഴിഞ്ഞ രാത്രിയിൽ അത് വിശദമായി ചിന്തിച്ചതാണ്. സ്തോത്രം. ഈ മഹാപീഡനത്തിൻ്റെ ഉദ്ദേശം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാപീഡനത്തിൻ്റെ ഉദ്ദേശം, ദൈവം അങ്ങനെ ഒരു പീഡനം ദൈവസഭയെ എടുത്തതിന് ശേഷം ഉണ്ടാകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒന്നാമതായി സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകം 12 അധ്യായം 10 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, സെഖര്യാവ് 12:10 ഇസ്രായേൽ ജാതിയെ മശിഹായുടെ വരവിനായി ഒരുക്കുക എന്നുള്ളതാണ്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹൂദാ ഗൃഹത്തിന്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, മശിഹായെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുവാനുള്ളൊരു കാലമാണ് മഹോപദ്രവം. നമ്മൾ ഇപ്പോഴത്തെ കലണ്ടർ വെച്ച്, ഇന്നത്തെ ദിവസം വെച്ച് നാം ആലോചിച്ചാൽ, ഇപ്പോൾ ഗാസയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലെബനോനെ എല്ലാം അടിച്ച് തകർത്തവർ, ഗാസയിൽ ഇപ്പോൾ അനേക ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക, അനേക ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുക, കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുമുണ്ട്. ലെബനോനിലും ഒക്കെ ക്രിസ്ത്യാനികളുമുണ്ട്. അവരും ഒക്കെ പീഡ അനുഭവിക്കുക. ഇസ്രായേൽ ഒരു ഇഞ്ചിന് വിട്ടുകൊടുക്കാതെ അവരുടെ തീവ്രവാദം നടത്തിയുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം മറ്റ് ഗവൺമെൻറ്റുകളൊക്കെ പറഞ്ഞു, മറ്റ് ലോകരാജ്യങ്ങൾ പറഞ്ഞു, ഇസ്രായേൽ ഇത് അവസാനിപ്പിക്കണം. അത് കാരണം അല്പം ആഹാരമൊക്കെ അവർ ആ വാഹനങ്ങൾ തുറന്നു കൊടുത്തു. നമുക്കറിയാം, ഇതൊക്കെ കാണുമ്പോൾ അറിയേണ്ട കാര്യം, അവസാന സമയമാകുമ്പോൾ സകല ജാതികളും യെരൂശലേമിനെതിരെ എന്തു ചെയ്യും? കൂടി വരും. അപ്പോൾ ഇപ്പം ആർക്കും അവരെയൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ ഉടൻ തന്നെ മഹോപദ്രവം ഉണ്ടാകും, വലിയ യുദ്ധമുണ്ടാകും, വലിയ പീഡനമുണ്ടാകും. സകല ജാതികളും ഇസ്രായേലിനെതിരായി വരും. ഹല്ലേലൂയ. സകല ജാതികളും ഇസ്രായേലിനെതിരായി വരും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലേറ്റസ്റ്റ് വാർത്ത വെച്ച് നോക്കുമ്പോൾ സംഗതി നമ്മൾ പ്രസംഗിക്കുന്നതുമായിട്ട് ഒത്തുവരുന്ന, മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ അല്ലെങ്കിൽ വാർത്തയിലുണ്ടായിരുന്നു, ഫ്രാൻസും എല്ലാവരും അവരോട് പറഞ്ഞു ഇത് അവസാനിപ്പിക്കണം. അമേരിക്കയും താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുക, അവസാനിപ്പിക്കണം. റഷ്യ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് അവസാനിപ്പിക്കണം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇസ്രായേലിലെ ഒരു ഭാര്യയും ഭർത്താവും ആയില്ല, അവർ കല്യാണം കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇസ്രായേൽ എംബസി ജോലി ചെയ്യുന്നവരെ ഒരുത്തൻ വെടിവെച്ച് കൊന്നു. അവൻ മുസ്ലിമും അല്ല. കാരണം വെടിവെച്ച് കൊന്നതിൻ്റെ ഉദ്ദേശം അവരെ കൊല്ലാൻ കാരണം ഈ പാലസ്തീൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് അവരെ കൊല്ലാനിടയായത്. അപ്പം സകല ജാതികളും ഇവർക്കെതിരാകും. അവർ വലിയ കഷ്ടത്തിലാകും. അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം വലിയ ഭാരത്തിലാകും. അന്നേരമാണ് ഒരു എതിർ ക്രിസ്തു ആയി ഒരുത്തൻ വരും, ആൻറ്റി ക്രൈസ്റ്റ്. അവൻ വന്ന് അവർക്ക് സമാധാനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് രാജാവായി അല്ലെങ്കിൽ അധിപനായിട്ട് വരുമ്പോൾ അവൻ അവരിൽ വിശ്വസിക്കും.
അവർക്ക് പള്ളിയൊക്കെ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരതിൽ വിശ്വസിക്കും. എതിർ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അവർ പീഡ അനുഭവിക്കുന്നത്. സ്തോത്രം. എതിർ ക്രിസ്തു അവരെ കഠിനമായി പീഡിപ്പിക്കും. കഠിനമായി പീഡിപ്പിക്കുമ്പോൾ പിന്നെ അവർക്ക് രക്ഷയില്ല. ലോകരാജ്യങ്ങളിൽ ആശ്രയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അവർക്കെതിരാകും. നമുക്കറിയാം, യഹോശാഫാത്ത് താഴ്വരയിലേക്ക് സകല വഴികളും ചെല്ലും, എല്ലാവരും അവർക്കെതിരായി വരും. ഇപ്പോൾ വലിയ എക്സ്പ്രസ് ഹൈവേകളൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് ചെല്ലും. ചൈനയുടെ ഭാഗത്തൂടെ പോകുന്നതും ഇന്ത്യയിലുണ്ടാക്കുന്ന എക്സ്പ്രസ് ഹൈവേയും ഇതിനെല്ലാം കണക്ഷൻ ഉണ്ടാവും. എല്ലാ വാഹനങ്ങളും അങ്ങോട്ട് പോകാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ, സ്തോത്രം, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും, പിന്നെ കരയല്ലാതെ വല്ല നിവൃത്തിയുണ്ടോ? നമ്മുടെ വഴികളും വാതിലുകളും എല്ലാം അടഞ്ഞു, സാമ്പത്തികമില്ല, ഒന്നുമില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? കരയുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്രായേലിന് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ കരയും. എങ്ങനെയാണ്? ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ദൈവമേ മനസ്സലിയണമേ, കർത്താവേ മനസ്സലിയണമേ, ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞവർ കരയും. ആത്മാവിനെ പകരം തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള, തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏത് കുത്തിയിട്ടുള്ളതാ? ക്രൂശിൽ കിടന്ന കർത്താവിനെ വിലാപ്പുറത്ത് കുത്തി അവൻ മരിച്ചോന്ന് നോക്കിയ ആ പ്രവചനം ഇവിടെ നിവൃത്തിയാകുകയാണ്. അപ്പം മഹാപീഡനത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ ജാതിയെ മശിഹായുടെ വരവിനായിട്ട് എന്ത് ചെയ്യുക? ഒരുക്കുക എന്നുള്ളതാണ്. മശിഹായുടെ വരവെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ മശിഹായുടെ വരവ് രണ്ടാമത്തെ വരവിൻ്റെ രണ്ടാം ഘട്ടമാണ്, മഹത്വപ്രത്യക്ഷത. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാനിടയായിത്തീരും. രഹസ്യവരവിൽ ദൈവസഭയുടെ എടുക്കപ്പെടും. ദൈവസഭയുടെ എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഈ ഭൂമിയിൽ മഹാപീഡനം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ നിലവിളിക്കും. മശിഹായെ നിലവിളിച്ച് കുത്തിയവെങ്കിലേക്ക് നോക്കി അവർ നിലവിളിക്കും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് 1000 വിശുദ്ധന്മാരുമായി വരും. ആ വിശുദ്ധ ഗണത്തിൽ നമ്മളും ഉണ്ട്. എന്നിട്ട് നമുക്ക് സന്തോഷം വരുന്നില്ലല്ലോ. നമ്മൾ ആ ഗണത്തിൽ നമ്മളുണ്ട്. അതിനാണ് ഇത്രയും കണ്ഠക്ഷോഭം നടത്തുന്നത്. അത് മനസ്സിലാക്കണം. ആ 1000 വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ദൈവമക്കളായി നമ്മളുണ്ട്. നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയായി, അവൻ്റെ കാന്തിയായി അവനോടൊപ്പമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതാ നമ്മുടെ പ്രത്യാശ. മഴയൊക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്കും മൊത്തം തണുപ്പാകും. നമ്മൾ ഈ ഒരു കാര്യം അറിയണം. അന്ന് പ്ലെയിൻ ചാർജ് വേണ്ട കേട്ടോ, വേറെ ടിക്കറ്റ് എടുക്കണ്ട, വിസ എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. കർത്താവിനോടൊപ്പം 1000 വിശുദ്ധന്മാരോടൊപ്പമാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. സക്രിയാവ് 13:1 ഒന്ന് വായിച്ച്. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. പരിഹാരത്തിനായ ഒരു ഉറവ. അവര് ചെയ്ത സകല പിടിച്ചുപറിയും, സകല പീഡനവും, സകല യുദ്ധവും, അവര് ചെയ്ത കുറവുകള്, കർത്താവിനോട് ചെയ്തത്, അതെല്ലാം ദൈവം അങ്ങ് ക്ഷമിക്കും. ഹല്ലേലൂയ. ആ ഉറവയാണ് മശിഹ. അവര്, സ്തോത്രം, നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം, അവർ ചെയ്ത സകല കുട്ടികളുടെയും പരിഹാരം കർത്താവ് അങ്ങ് ക്ഷമിക്കും. ഹല്ലേലൂയ. കർത്താവ് അങ്ങ് ക്ഷമിക്കും. സ്തോത്രം. കർത്താവ് ക്ഷമിച്ചാൽ പിന്നെ ഒരു പാപവും ഇല്ല കേട്ടോ. അപ്പോൾ പ്രവചന പുസ്തകത്തിൽ ഇതെല്ലാം എഴുതിയിരിക്കുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മഹാപീഡനം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് വെളിപ്പെട്ടേക്കുന്നത്. യെരമ്യാവിന് വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. നാൾ പോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ കഷ്ടമൊന്നും ആയില്ല, ഇനിയും വരാൻ പോകുന്ന കഷ്ടമാണ് വലിയത്. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. ഈ മഹാപീഡനം വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. യാക്കോബിന്, ഇസ്രായേലിന്റെ കഷ്ടകാലം. ഇസ്രായേലിന്റെ കഷ്ടകാലം ഒന്നും തീർന്നില്ല കേട്ടോ.
ഇസ്രായേലിൻ്റെ കഷ്ടകാലം തീർന്നില്ല, ഇനിയും കഷ്ടകാലം വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരിക്കൽ യാക്കോബ് എല്ലാം നഷ്ടപ്പെട്ടവനായി. യെരമ്യാവ് 30:7 മുതൽ പറയുകയാണ്, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെടുമെന്നൊക്കെ പുസ്തകത്തിലുണ്ടോയെന്ന്. നമ്മളെ കളിയാക്കി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അവരതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല. അവരുടെ കഷ്ടകാലം മാറും. ഈ മഹാപീഡനത്തിന്റെ ഉദ്ദേശം അവരുടെ ആ കഷ്ടകാലത്തിൽ നിന്ന് അവരെ ദൈവത്തിന് വേണ്ടി, മശിഹായ്ക്ക് വേണ്ടി ഒന്ന് ഒരുക്കാനാണ്. യഹൂദൻ ഇപ്പോഴും മശിഹായുടെ കാര്യം പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. തീരെ ചുരുക്ക യഹൂദന്മാർ മാത്രമേ ഉള്ളൂ യേശു മശിഹായാണെന്നും യേശു വരുമെന്നും ഉള്ള കാര്യം ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. ബൈബിളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, അവർ ക്രിസ്ത്യാനികളെ ആദരിക്കുന്നുണ്ട്, പക്ഷേ അവരാ കാര്യം സമ്മതിക്കുന്നില്ല. പക്ഷെ ദൈവം അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. അതുകൊണ്ടാണ് അവർ കുത്തിയപങ്കിലേക്ക് നോക്കുമെന്ന് പറയാൻ കാരണം, കുത്തിയപങ്കിലേക്ക് നോക്കി അവർ നിലവിളിക്കും. കുത്തിയപങ്കിലേക്ക് നോക്കി നിലവിളിക്കും. സ്തോത്രം. ദൈവം അങ്ങനെ വരുത്തും. അടുത്തത്, ലോകജാതികളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ചൊരിഞ്ഞവരെ ന്യായം വിധിക്കും. ഈ മഹോപദ്രവത്തിൻ്റെ കാലത്ത് ലോകജാതികളുടെ മേലും ദൈവത്തിൻ്റെ ക്രോധം വരും. യഹൂദനെ പീഡിപ്പിച്ചവനും അല്ലാത്തവനും എല്ലാ ലോകജാതികളെയും ദൈവത്തിൻ്റെ ക്രോധം ചൊരിഞ്ഞവർ ന്യായം വിധിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 32 വാക്യങ്ങൾ 32-33. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുക. സ്തോത്രം. വലിയ കാരണം പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറ്റപ്പെടും. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടായിട്ടും ലോകത്തിൽ നടക്കുന്ന പാപം നമ്മൾ കണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും ലോകത്തിൽ നടക്കുന്ന പാപം. കഴിഞ്ഞ ദിവസം ആ പുഴയിൽ എറിഞ്ഞു കൊന്ന ആ കൊച്ചിനെ 2.5 വയസ്സ് മുതൽ അവളുടെ അപ്പൻ്റെ അനിയൻ പീഡിപ്പിക്കുമായിരുന്നെന്ന്. 2.5 വയസ്സ് മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2.5 വയസ്സ് മുതൽ ഇപ്പം 3.5 വയസ്സാണ്. ഇപ്പം ആ വയസ്സായി 3-4 അതുവരെ ആ മനുഷ്യൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഭൂമിയിലുണ്ടായിട്ടും ഭൂമിയുടെ പാപം എത്ര വലുതാണെന്ന് നോക്കിക്കേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ മനുഷ്യൻ ലാഭത്തിന് വേണ്ടി ഇപ്പം സകല സാധനത്തിനകത്തും വിഷമാണ് കുത്തുന്നത്. സകല തന്നെ കരിക്കിനകത്ത് വിഷം കുത്തുന്നുണ്ട്. മുളകൊക്കെ എടുക്കുന്ന സ്ഥലത്തെ ആളുകൾ, ലോറിക്കാർ പറയുന്ന കാര്യം കേൾക്കണം, അതിനകത്ത് ചേർക്കുന്ന വിഷം. നമ്മൾ നല്ല മുളകാണെന്നും പറഞ്ഞ് ചുമന്ന മുളകൊക്കെ വാങ്ങിക്കും. സകല അതിനത്തിനും വിഷം. മുന്തിരി വിഷം, ആപ്പിള് വിഷം, എല്ലാം ഫ്രൂട്ട് നല്ലതാണെന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുക. പക്ഷേ ഇതെല്ലാം കേടാകാതെ, മാങ്ങ തന്നെയാണേലും ഇപ്പോൾ മാങ്ങയുടെ കാലമാണ്. ഇത് പുറത്തുനിന്ന് വരുന്നതെല്ലാം വിഷം തെളിച്ചും എല്ലാമാണ് വരുന്നത്. ലാഭത്തിന് വേണ്ടി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ലാഭത്തിന് വേണ്ടി, ലാഭമെന്നുള്ളൊരു മോഹം മാത്രം. അപ്പം പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയുമായിട്ട് ഇവിടെ നിന്ന് പോയിട്ടില്ല. എന്നിട്ടും ഇത്രയും അധർമ്മത്തിൻ്റെ വ്യാപാരം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവും ഇല്ല, ഇവിടെ ഇല്ല, ദൈവമക്കളുമില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി എന്താകുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. അപ്പം ലോകജാതികളുടെ മേൽ അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണു കിടക്കും. അവര് ഒത്തിരി ആളുകൾ കൊല്ലപ്പെടും. ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് അനർത്ഥം ഉണ്ടാകും. ദൈവം സകലരെയും പഠിപ്പിക്കുക. 1-2 വാക്യം കൂടെ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13:9. യെശയ്യാവ് 13:9. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വരുന്നത്? ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടി വരും. ഹല്ലേലൂയ.
കോപത്തോടും അതിക്രോധത്തോടും വരും. സ്തോത്രം. ഹല്ലേലൂയ. ജാതികളുടെ മേൽ. അപ്പൊ ജാതികളുടെ മേൽ ദൈവത്തിന്റെ കോപം ചൊരിയുക. യെശയ്യാവ് 26:21. യെശയ്യാവ് 26:21. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ, യഹോവ ഭൂവാസികളെ സകല മനുഷ്യരുടെയും അവരുടെ അകൃത്യം ദൈവം നിമിത്തം ശിക്ഷിക്കും. സകല ഭൂവാസികളെയും ദൈവം ശിക്ഷിക്കും, അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും. ആർക്കും എസ്കേപ്പ് ആകാൻ പറ്റുകയില്ല, ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ വായ അരുളി ചെയ്തിരിക്കുന്ന ഇതുകൊണ്ടാണ് ഈ പുസ്തകമൊക്കെ നമ്മളൊന്ന് വായിക്കണം, എടുക്കണമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 തെസ്സലോനിയർ 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 9 വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. അധർമ്മമൂർത്തിയുടെ വായിച്ചു. പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തി. നശിച്ചു പോകുന്നവർക്ക് അത്ഭുതവും അടയാളവും എന്നൊക്കെ പറയുമ്പോൾ വലിയ വലുതാണ്. പല ആളുകളും അത്ഭുതവും അടയാളവും എന്നൊക്കെ പറഞ്ഞ് അവിടെ കന്യാമറിയാം പ്രത്യക്ഷമായി, ഇവിടെ ഗീവറീസ് പ്രത്യക്ഷമായി, ഇവിടെ വേറെ ആളുകൾ പ്രത്യക്ഷമായി, ഉണ്ണീശോ പ്രത്യക്ഷമായി എന്നൊക്കെ പറഞ്ഞ് പല തന്ത്രങ്ങളാണ് പിശാച് ഒരുക്കുന്നത്. അതിലങ്ങ് വിശ്വസിക്കുക ആളുകൾ. അധർമ്മത്തിൻ്റെ വ്യാപാരം, അധർമ്മത്തിന്റെ വ്യാപാരം. സ്തോത്രം. വായിച്ചോ. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. ഈ പേര് പറഞ്ഞ അധർമ്മത്തിന്റെ പേരിൽ അത്ഭുതവും അടയാളവും എല്ലാം നടക്കാൻ പോവാന്ന്. അപ്പൊ ആളുകൾ പറയും, ആളുകൾ വിശ്വസിക്കും, ആളുകൾ അങ്ങോട്ട് ഓടും, ആളുകൾ ആ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അനേക ലക്ഷം ആളുകൾ ആ വഴിയിലേക്ക് പോകും, എന്തെങ്കിലുമൊക്കെ കണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം. അപ്പം നമുക്കിവിടെ അത്ഭുതവും ഇല്ല, അടയാളവും ഇല്ല, ഒന്നുമില്ല. അവർ പറയും അവിടെ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ് ആളുകൾ അങ്ങ് ഓടാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. അധർമ്മത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് എവിടെയെങ്കിലും അത്ഭുതം നടന്നെന്നും ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോ എന്തെല്ലാം പരിപാടിയാണ് ഇറങ്ങിയേക്കുന്നത്. പല ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അതെല്ലാം മറിയ പ്രത്യക്ഷപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ടും കൃപാസനമെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള ഓരോ പരിപാടികളാണ്. അവിടെയിട്ട് ജനം അങ്ങ് ഓടുക, ജാതിമത ഭേദമന്യേ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ അത്ഭുതം നടക്കും, രോഗസൗഖ്യം ഉണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അത് അധർമ്മത്തിൻ്റെ വ്യാപാരമാണ്. പൗലോസ്ലീഹ പറയുകയാണ് അധർമ്മത്തിന്റെ എങ്ങനെ അത് വെളിപ്പെടുന്നെന്ന് പറഞ്ഞത്. സകല ശക്തിയോടും അടയാളങ്ങളോടെ വെളിപ്പെടും, അത്ഭുതങ്ങളോടെ വെളിപ്പെടും, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അത് അനീതിയുടെ സകല വഞ്ചനയോടുകൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം. വീണ്ടും പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന കേട്ടില്ലേ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ. രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നിടത്തൊന്ന് അടിവര ഇടണോട്ടോ. കാരണം നമ്മൾ ചിലർ ചോദിക്കും ഇങ്ങനെ ഉണ്ടോന്നൊക്കെ. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാലാണ് ഈ അടയാളങ്ങളുടെ പുറകെ ഓടുന്നത്. സത്യത്തെ സ്നേഹിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. എന്തിവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് പോകണ്ടേ? ഇന്ന് ആ കൈതപ്പിള്ളി ബേച്ചേട്ടൻ മരിച്ച് എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ രാമംഗലത്ത് 30 സെൻറ്റ് സ്ഥലമാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്. ബസ് സ്റ്റാൻഡിന് വേണ്ടി കൊടുത്തേക്കുന്ന രാമംഗലത്തെ അത് അദ്ദേഹം കൊടുത്ത സ്ഥലമാണ്. അനേക ആശുപത്രികൾ അദ്ദേഹം കിടക്കകൾ എന്ന് വെച്ചാൽ കിടപ്പ് രോഗികൾക്കുള്ള കിടക്കകൾ കൊടുത്തു. അനേക കാര്യങ്ങൾ രാമംഗലം ആശുപത്രിയിലാണേലും കുഞ്ഞുങ്ങൾക്ക് ആ നിൽക്കുന്ന ആ ഷെഡെല്ലാം അവരും ഭാര്യയും കൂടെ പണിത് കൊടുത്തതാണ്. ഒത്തിരി കാര്യം ചെയ്തു അദ്ദേഹം. ജോർജ് കൊളങ്ങരയുടെ കൂടെ ലോകരാജ്യങ്ങൾ അനേകം സന്ദർശിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. പക്ഷേ 88 വയസ്സായി. പോകണ്ടേ? കുറേ കഴിയുമ്പോൾ എന്തെല്ലാം ഇവിടെ ചെയ്തെന്ന് പറഞ്ഞാലും പോകണ്ടേ? അപ്പോൾ കുറേ കഴിയുമ്പോൾ ലോകത്തിലെ ആളുകൾ അവരെ മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ എന്ത് അത്ഭുതവും അടയാളവും നടന്നെന്ന് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് ശാശ്വതമല്ല. അതിൻ്റെ പുറകെ ആളുകൾ ഓടുകയാണ്. സ്തോത്രം. വായിച്ചോളെ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ്. ഈ ആളുകൾക്ക് ഭോഷ്ക അവർ വിശ്വസിക്കുന്നേ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ജനമെല്ലാം എന്നെ ഇങ്ങനെ പോകുന്നെന്ന് നമുക്ക് തോന്നും.
അവർക്കിപ്പോൾ ഫോഷ്ക്ക് വിശ്വസിക്കാൻ ദൈവം എന്ത് ചെയ്തേക്കുക? ഫോഷ്ക്ക് വിശ്വസിക്കാനുള്ള വിശ്വാസം കൊടുത്തേക്കുന്നേ. നമ്മളോട് വാദിക്കാൻ വരും, തർക്കിക്കാൻ വരും. അവർ ഫോഷ്ക്ക് വിശ്വസിക്കുന്നവരാ. ഫോഷ്ക്ക് അവര് ആ വ്യാപാരം അതോടെ വായിച്ചു. ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. ഭോഷ്ക്ക് ഇങ്ങനെയുള്ള അത്ഭുതവും അടയാളവും വിടുതലും അസൗഖ്യവും എല്ലാം പറഞ്ഞുള്ള ആ വ്യാജത്തിന്റെ വ്യാപാരം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ അതും ഇതും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുതെന്ന് പറയുന്നത്. ഓരോരുത്തരെ ഓരോ വണ്ടി വിളിച്ച ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. വ്യാജത്തിൻ്റെ വ്യാപാരം. ഒരിക്കലും കന്യാമറിയാമിന് ഇപ്പോൾ ഒരത്ഭുതം ചെയ്യാൻ പറ്റത്തില്ല. കന്യാമറിയാം വിശുദ്ധയായ സ്ത്രീയാണ്, കർത്താവിൻ്റെ കൃപ ലഭിച്ചവളാണ്. ആ പേരിൽ നടക്കുന്നതെല്ലാം വ്യാജമാണ്. സ്തോത്രം. വ്യാജത്തിൻ്റെ വ്യാപാരമാണ്. അത് നമ്മൾ പറയാതിരുന്നാൽ പിന്നെ ആരാ പേര് പറയുന്നത്? കാരണം അങ്ങനെ ഒരു വ്യവസ്ഥ ബൈബിളിൻ്റെ വ്യവസ്ഥയില്ല. ബൈബിളിൻ്റെ വ്യവസ്ഥ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും. ബാക്കിയുള്ള സകല വ്യാപാരവും ഹല്ലേലൂയ പൈശാചികമാണ്. നമ്മൾ ഈയിടെ പെരുന്നാളുകളുടെ കാലമായിരുന്നു. അപ്പോൾ ഓരോ പെരുന്നാളുകളുടെ ആളുകൾ അവകാശപ്പെടുന്നത് അവരുടെ ആ മധ്യസ്ഥൻ്റെ കീഴിലാണ് ഈ ലോകം നടക്കുന്നതെന്നാണ്. അവരാണ് ഇവിടെ കാവൽ പിതാവെന്ന് പറയും. കിഴിമുറിക്കൂടെ പോകുമ്പോൾ പറയും ഗീവറീസാണ് ഈ ദേശത്തിൻ്റെ കാവൽ പിതാവ്. രാമംഗലത്തൂടെ പോകുമ്പോൾ പറയും യാക്കോസ്ലീവായാണ് ഈ പ്രദേശത്തിൻ്റെ കാവൽ പിതാവ്. മാമലശ്ശേരി കൂടെ പോകുമ്പോൾ പറയും ആരാണ്? മീഖായേലാണ് കാവൽ പിതാവ്. നെട്ടുപ്പാടത്തൂടെ പോയി കഴിഞ്ഞാൽ പറയും മർത്തശ്മുനി എന്ന് പറയുന്ന പുള്ളിക്കാരിയാണ് അതിൻ്റെ നേതാവ്. ഇതൊക്കെ എവിടുന്ന് വന്നെന്നുള്ളത് ഈ സത്യം പറയാം. ഇവരൊക്കെ വിശുദ്ധരാണെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കും. യാക്കോസ്ലിഹാവൊക്കെ വിശുദ്ധരായ മനുഷ്യരാ. ഗീവറീസ് സകത ഉണ്ടായിട്ടുണ്ടെന്ന് പോലും ചരിത്രമില്ല. പോപ്പ് അങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന് വരെ പ്രസിദ്ധമാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അന്ധകാരത്തിൻ്റെ വ്യാപാരമാണ്. അതിൻ്റെ പുറകെ ആളുകൾ കൂടുതൽ. എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന് പറഞ്ഞ ആളുകൾ പോകുമ്പോൾ നമുക്കും വിഷമം തോന്നും. കാരണം ഭോഷ്കിൻ്റെ വ്യാപാരം വേദപുസ്തകം പറയുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മഹോപദ്രവത്തിൻ്റെ കാലം, ജാതികളുടെ കാലം അവസാനിപ്പിക്കാനാണ്. ലൂക്കോസ് 21:24 വായിക്കാം. 1-2 വാക്യം കൂടെ വായിച്ച്. ലൂക്കോസ് 20. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയും. അതിനാണ് സ്തോത്രം. ഹല്ലേലൂയ. മഹോപദ്രവകാലം കഴിയുമ്പോൾ ജാതികളുടെ കാലം തികയും. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ജാതികളുടെ കാലം തികയും. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം എന്ന് വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം. അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂവലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ കാലം തീരുക. യെശയ്യാ 26:21. യഹോവ ഭൂവാസികളുടെ അവരെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും. മഹോപദ്രവകാലം തീരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരും. പിന്നെ കർത്താവ് വരും. ഹല്ലേലൂയ. 1000 ആണ്ട് കർത്താവ് യെരൂശലേം തലസ്ഥാനമാക്കി ഇവിടെ ഭരിക്കും. അങ്ങനെ ഒരു സുദിനമുണ്ട്. അതിനുവേണ്ടിയാണ് നാം പ്രത്യാശിക്കുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.